എന്നുള്ള സ്ഥലം അയർലൻഡിലാണ് കേട്ടോ. അതായത് ഈ ഷിപ്പ് ഇവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് യുഎസിലേക്ക് പോണ വഴിക്കാണ് സത്യം പറഞ്ഞാൽ ഈ അപകടം സംഭവിക്കണത്. മനസ്സിലാണ്ടോ? അതായത് നമ്മൾ കഴിഞ്ഞ ഈ ബെൽഫാസ്റ്റിൽ പോയി, അത് പക്ഷേ നോർത്തേൺ അയർലൻഡാണ്. ഈ കോബിന് പഴയ നെയിമാണ് ക്യൂൻസ്റ്റൗൺ. ഞാൻ പറഞ്ഞില്ല, ക്യൂൻസ്റ്റൗൺ ആണ് പഴയ പേര്. കോർക്ക് ഓർ കോബ് എന്ന് രണ്ട് പേരുകളുണ്ട് ഈ സ്ഥലത്തിന്. ഈ പോർട്ടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കണം, എത്ര മനോഹരമാണെന്നുള്ളത്. ഈ ചർച്ചിന്റെ സൈഡിൽ തന്നെ ഇവിടെ കുറേ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ ഹിസ്റ്ററി ഒക്കെ കണ്ടില്ലേ ഇവിടെ, ഹിസ്റ്ററി. പിന്നെ അവിടെ ഒരാളെ പുള്ളി ഗിറ്റാർ വായിക്കണം, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഈ ചർച്ചിന്റെ പുറത്ത് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, ഗിറ്റാർ വായിച്ചുണ്ട്. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ് ഇതൊക്കെ. ഇതുപോലെയൊക്കെ ഒരുപാട് വയസ്സായവരാണ് ഈ ഗിറ്റാർ ഇവിടെ പ്ലേ ചെയ്യുന്നത്. അത് അവർക്കൊരു ഇൻകം സോഴ്സ് കൂടെയാണ് ഇവിടെ. നമുക്കെന്തായാലും ചർച്ചിന്റെ ഭാഗത്തേക്ക് അത് പോയിട്ട് വരാം. നമ്മളിപ്പോൾ സെൻറ്റ് കോളമൻസ് കത്തീഡ്രലിൻ്റെ മുന്നിലെത്തിയിട്ടോ. അവിടെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ പറയുക, കാഴ്ചകൾ അതിമനോഹരമാണ്. ഞാൻ ഇതുവരെയും എന്താ പറയുക, ഈ പോർട്ടിൽ പക്ഷെ നമുക്ക് വളരെയധികം കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും അവിടെ നിന്ന് ആ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഈ ബിൽഡിങ്സൊക്കെ കാണാം. അതായത് ചെറിയ കെട്ടിടങ്ങളാണെങ്കിലും അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന രീതികളും എല്ലാം നല്ല അതിമനോഹരമായിട്ടുണ്ട് കാണാൻ. നമുക്ക് എന്തായാലും ചർച്ചിൻ്റെ മുന്നിലോട്ട് പോകും അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട്. ഇവിടെ യൂറോപ്യൻ കൺട്രീസിൽ ലാൻഡ്സ്കേപ്പ് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇറക്കവും കയറ്റവും ഒക്കെ ആയിട്ട് എല്ലാം കണ്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും എന്തായാലും നല്ല രീതിയിൽ 1000 കല്ലോറെങ്കിലും വേണമെന്ന് തോന്നുന്നു. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. Holding out your hand for me to go, wasn't scared to see you, always knew it in my bones that something here was bound to take me home. You said you don't know me well, but I'm your angel in white. I'll be close if you come, I'll be just behind you. You're not on the list, but I can get you inside. Use your mind, listen to my voices and guide you. Give yourself over, yeah, you don't wanna fight. If you do, I'm gonna bid you a hard cold goodnight. Baby, hang on to your ticket, you're doing alright. And if you don't trust it, hold it up to the light. ഞാനിപ്പോൾ ആ ചർച്ചിൻ്റെ മുന്നിലാണ് കേട്ടോ. ഇതാണ് സെൻറ്റ് കോളമൻസ് കത്തീഡ്രൽ. അതായത് ഇവിടുത്തെ ഈ ടൈറ്റാനിക് ഷിപ്പിൻ്റെ കുറേ ഇൻസിഡൻറ്റ് സംഭവിച്ച ശേഷം ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്നതിന് പുറമെ ഈ ചർച്ചിന് അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്യണം, എൻ്റെ ഒരു കൊളീഗാണ് ഇന്തോനേഷ്യ. ഇവിടുത്തെ ഈ ബിൽഡിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഓരോ വീടുകളാണ്ടോ ഇതെല്ലാം, ഓരോ എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിൽ, ത്രികോണാകൃതിയിൽ. അതായത് എങ്ങനെ പറയുക, ചെങ്കല്ലുകൾ അടുക്കി വെച്ച പോലെ, കല്ലുകൾ അടുക്കിയിട്ട പോലെയാണ് ഈ വീടുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കണം. ഇതുപോലെ തന്നെയാണ് ഏകദേശം ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ പല സ്ഥലങ്ങളിൽ കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് തന്നെ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അവർ നിർമ്മിച്ചിരിക്കണത്. പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഹിസ്റ്ററി ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പുറമേ തന്നെ ഈ ഒരു ചർച്ചിനും അതിൻ്റേതായൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ടൂറിസ്റ്റുകൾ സത്യം പറഞ്ഞ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോണത്. ഈ ചർച്ചിൻ്റെ മുന്നിലൊരു കാറ് കണ്ടോ, മെഴ്സിഡീസ്. എനിക്ക് ഏതാ എസ് ക്ലാസ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷെ ഒരു ലിമോസിൻ ടൈപ്പ്. അതിൻ്റെ സീറ്റർ ഉണ്ടോ, 1 2 3 4 5 6 7 8 സീറ്റർ വണ്ടിയാണ് കേട്ടോ അതാ കാണുന്നത്. 8 സീറ്റുകളുണ്ട്.
ഇതുപോലെ പക്ഷെ ലിമോസിനൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത് ലിമോസിൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷനാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഡിസൈനൊക്കെ നമുക്ക് ഉള്ളിൽ പോയി എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് ഉള്ളിൽ പോയി നോക്കാം എന്തായാലും. കത്തീഡ്രൽ 1868 കാലഘട്ടങ്ങളിൽ എഡ്വാർഡ് വിൽബി പുഗിൻ ആൻഡ് ജോർജ് ആഷ്ലിൻ എന്ന 2 മഹാശില്പികളുടെ നേതൃത്വത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് നിർമ്മാണത്തിന് തുടക്കം. 1919 കാലഘട്ടങ്ങളിൽ നിയോഗോതിക് ശൈലിയിൽ പണികഴിപ്പിച്ച ഒരു റോമൻ കാത്തലിക് ചർച്ച്. അയർലൻഡിലെ കോബ് ഹാർബറിനോട് ചേർന്ന് പണികഴിപ്പിച്ച ഈ പള്ളി യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തുമത വിശ്വാസികളുടെ പള്ളിയായാണ് അറിയപ്പെടുന്നത്. 1875 വെൽബി പുഗിൻ്റെ മരണത്തോടുകൂടെ ആഷ്ലിൻ ആൻഡ് കോക്ക്മാൻ്റെ നേതൃത്വത്തിൽ 50 വർഷം നീണ്ട കാലയളവോടുകൂടി 1919 പണി പൂർത്തിയാക്കി ഐറിഷ് ജനതയ്ക്കായി തുറന്നു കൊടുത്തു. നമ്മളിവിടുന്ന് ഈ ചർച്ചിൻ്റെ പുറത്തിറങ്ങാം കേട്ടോ. അത് മണിയടിക്കുന്നുണ്ട് പള്ളിയിലെ. എത്ര വിദേശികളാണ് ഇവിടെ ഈ ഇതെല്ലാം കാണാൻ വേണ്ടി എത്തിപ്പെടണമെന്ന് ആലോചിച്ചു കേട്ടോ. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എത്രത്തോളം ഈ സ്ഥലം ഫേമസ് ആയി എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. ഇവിടുന്നുണ്ടോ സൈഡ് കടലാണ് കേട്ടോ, വീടുകളും പിന്നെ ആളുകൾ ഇതുവഴി സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ കയറി വരാനായിട്ട്. ആ പള്ളിയിലെ കാഴ്ചകൾ വളരെ അതിമനോഹരമായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ആർക്കിടെക്ചർ ശൈലിയും കാര്യങ്ങളൊക്കെ കാണാനേ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ വളരെ നിശബ്ദതയായിരുന്നു കേട്ടോ. കാരണം അവിടെ എന്തൊരു ഫംഗ്ഷൻ നടക്കണ്ടായിരുന്നു. ഇനി പ്രെയർ മാത്രമാണോ ഇനി എന്തെങ്കിലും എന്താ പറയുക എനിക്കറിയില്ല. അതായത് ക്രിസ്തു പുരോഹിതരുടെ രീതിയിൽ എന്താണെന്നും എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, പക്ഷെ വളരെ സൈലൻ്റ് ആയിരുന്നു. ഒരാളും സൗണ്ട് ഉണ്ടാക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ സംസാരിക്കാത്തത്. കാരണം ഉള്ളിൽ പോയി ജസ്റ്റ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പക്ഷേ വളരെ അതിമനോഹരമായിരുന്നു കാണാനുള്ളിൽ ആ ഒരു ആർക്കിടെക്ചർ ശൈലി. പൊതുവേ ഞാനിവിടെ ചർച്ചകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ചെയ്തിരിക്കണത് കുറച്ചുകൂടെ എക്സ്ട്രീം ലെവലിലായിരുന്നു അവർ ചെയ്തിരിക്കണം. പിന്നെ വളരെ എന്താ പറയുക, കയറിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കുള്ളിൽ. അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടപ്പോൾ. കാരണം എനിക്ക് വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കോപ്പി റൈറ്റ് അടിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ മ്യൂസിക് കട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ വോയിസ് ഓവർ ചെയ്യാൻ കാരണവും. ഇവിടെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലങ്ങളും. ഇത് ഇവിടുത്തെ ലൈബ്രറി ഉണ്ട് ഈ കാണുന്ന ബിൽഡിംഗ്. പക്ഷെ അത് ഓപ്പൺ അല്ല, അത് 2 മണിക്ക് മാത്രമേ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. കോബ് ലൈബ്രറി ഇവിടുത്തെ ലോക്കൽ അത്യാവശ്യം ഇവിടുത്തെ ഹിസ്റ്ററികളൊക്കെ നമുക്ക് അവിടെ നിന്ന് ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടും. അത്രയധികം ബുക്കുകൾ അവിടെ കാണാം. പക്ഷെ ഞാൻ ഉള്ളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് എനിക്കറിയില്ല ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. ഈ ലൈബ്രറിയുടെ മുന്നിൽ തന്നെ ഈ 2 പേരുടെ പ്രതിമ ഉണ്ടോ. 1919 കാലഘട്ടങ്ങളിൽ ആദ്യ ലോക മഹായുദ്ധകാലത്താണ് ന്യൂയോർക്കിൽ നിന്ന് ലിവർപൂളിലേക്ക് പോവുകയായിരുന്ന ലുസിത്താനിയ ഷിപ്പ് കോബ് ഹാർബറിനോട് തൊട്ടടുത്ത് കപ്പൽ മുങ്ങിയ അപകടമുണ്ടായത്. അന്ന് അവിടെ കോബിൽ രക്ഷാപ്രവർത്തനത്തിന് 2 മത്സ്യത്തൊഴിലാളികളാണ് ഏർപ്പെട്ടിരുന്നത്. അവരുടെ പ്രതിമയാണ് ലുസിത്താനിയ ട്രാജഡിയുടെ ഓർമ്മയ്ക്കായും ലോകസമാധാനത്തിന്റെ ഭാഗമായും കോബിൽ ഇന്നിവിടെ ഈ ലൈബ്രറിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. You said you don't know me well, but I'm your angel in white. I'll be close if you come on, be just behind you. You're not on the
your mind, listen to my voice as a guide. You give yourself over, yeah, you don't wanna fight. If you do, I'm gonna bid you a hard, cold goodnight. Baby, hang on to your ticket, you're doing alright. And if you don't trust it, hold it. ഈ പോർട്ടിനോട് അടുത്തുള്ള കെനഡി പാർക്ക്, ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. എന്നെ പറയുക ഇതാണ്ടല്ലേ, ഒരുപാട് ഇഷ്ടം പോലെ. ഇവിടെ എല്ലാവരും ഇവിടെ തന്നെയാണ് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുന്നത്. വെയിലാണ് പക്ഷെ അത്ര ചൂടില്ല. എന്നാലും ഇതൊക്കെയാണ് ഇവിടത്തെ കുറേ കറങ്ങിയിട്ടോ. അവിടെ ഈ വെയിലത്ത് തണുപ്പില്ല, വെയിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് എന്തായാലും ഞാൻ വരാം അടുത്ത സ്ഥലത്ത് നിന്ന്. അപ്പോൾ യൂറോപ്പിൽ തന്നെയാണ് കേട്ടോ അടുത്ത വീഡിയോസും. അപ്പോൾ എന്തായാലും ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. And if you don't trust it, hold it up to the light.